എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം, നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം മുഴുവൻ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നത്. ഓക്കെ, ജനറൽ തോട്ട്സ്, ഇന്നത്തെ ദിവസം മുഴുവനുള്ള അവരുടെ തോട്ട്സ് എന്തായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുമായിട്ട് എത്രത്തോളം റെസനേറ്റ് ആകുന്നോ അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ റീഡിങ്ങുമായിട്ട് നിങ്ങൾ ഈ റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല, ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. പേഴ്സണൽ റീഡിങ്ങിൽ കൂടി മാത്രമേ നിങ്ങളുടെ പേഴ്സൻ്റെ യഥാർത്ഥ ഫീലിങ്സ്, തോട്ട്സ്, മറ്റ് സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു ജനറൽ ഗൈഡൻസ് ആയിട്ട് മാത്രം ഈ റീഡിങ്ങിനെ എടുക്കുക. ഓക്കെ, റീഡിങ്ങിലേക്ക് പോയാലോ? ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ മുഖം മനസ്സിലേക്ക് കൊണ്ടുവരിക, അവരുടെ പേര് റിപ്പീറ്റഡ് ആയിട്ട് മനസ്സിൽ പറയുക. എൻ്റെ വ്യൂവേഴ്സ് ഇപ്പോൾ ഈ നിമിഷം അവരുടെ പേഴ്സണെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തിക്ക് അവരെക്കുറിച്ചുള്ള ഇന്നത്തെ ദിവസം മുഴുവനുള്ള ചിന്തകൾ എന്തായിരിക്കും എന്നൊന്ന് പറഞ്ഞു തരുന്നത്. ഇന്നത്തെ ദിവസം മുഴുവൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർ ചിന്തിക്കുന്ന ആ വ്യക്തി അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കാൻ പോകുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. ഇന്നത്തെ ദിവസത്തെ മുഴുവൻ ചിന്തകൾ അവരുടെ പേഴ്സൻ്റെ അവർക്കായിട്ട് എന്താണ് എന്ന് പറഞ്ഞു തരൂ. 2 കാർഡ് വീണു, എടുക്കുന്നില്ല കേട്ടോ. ഒരേ ഒരു ഷഫിൾ. ഓക്കെ, എടുക്കട്ടെ. നമശിവായ്. എംപ്രസ്. ഓക്കെ, നൈറ്റ് ഓഫ് വാൻഡ്സ്, ചാരിയറ്റ്, അത് ശരി. ഹാങ്ഡ് മാൻ, കിങ് ഓഫ് കപ്സ്, ഫൂൾ, ലവേഴ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്. അതിൻ്റെ ഇടയിൽ കൂടെ അതെന്താ കിങ് ഓഫ് സ്വാർഡ്സ്? 9 ഓഫ് കപ്സ്, 4 ഓഫ് വാൻഡ്സ്, 8 ഓഫ് കപ്സ്, സ്ട്രെങ്ത്, ക്വീൻ ഓഫ് വാൻഡ്സ്. കിങ് ഓഫ് സ്വാർഡ്സും ഹാങ്ഡ് മാനും മാത്രമാണ്. ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്. പിണങ്ങിയോ ആരെങ്കിലും? ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്, ക്ലാരിഫൈ കിങ് ഓഫ് സ്വാർഡ്സ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ. Clarify hanged man, clarify hanged man, clarify hanged man. Devil. Clarify 8 of cups, clarify 8 of cups, clarify 8 of cups. King of wands. എംപ്രസ് വെച്ചിട്ട് ഇന്നത്തെ ദിവസം അവർ രാവിലെ എണീറ്റപ്പോൾ തന്നെ നിങ്ങളുടെ മുഖം ചിന്തിച്ചുകൊണ്ടാണ് എണീറ്റത്. നിങ്ങൾ അവരുടെ ലൈഫിലെ ഒരു എംപ്രസിനെ പോലെയാണ്. നിങ്ങൾ സ്ത്രീ ആയാലും പുരുഷനായാലും കേട്ടോ. അതായത് എലഗൻ്റ് ആയിട്ടുള്ള അപാര സൗന്ദര്യമുള്ള നിങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലേക്കും വെച്ച് സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി. ഓക്കെ, നിങ്ങളുടേതുപോലുള്ള ഒരു സ്വഭാവം അവർ മറ്റാർക്കും കണ്ടിട്ടില്ല. അവർ അത്രയധികം ആകൃഷ്ടരാണ് നിങ്ങളുടെ അടുത്ത്. ഓക്കെ, നിങ്ങളുടെ മുഖം, നിങ്ങളുടെ ചിരി, നിങ്ങളുടെ സംസാരം എല്ലാം തന്നെ, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം, അതെല്ലാം അവർക്ക് വില മതിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് കേട്ടോ. അത് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണം എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖം ഓർത്തുകൊണ്ടാണ് ഇവർ എണീക്കുന്നത്. ഇന്നെന്നല്ല, എന്നും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ തന്നെയാണ് ഓർക്കുന്നത് കേട്ടോ. നിങ്ങൾക്കായിട്ട് ഒരു ഫേം ആക്ഷൻ എത്രയും വേഗം എടുക്കണം. ഇത്രയും നാൾ ഡിലേ ആക്കിക്കൊണ്ട് ഇരിക്കുകയായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷനും എടുക്കാതെ അവർ ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയായിരുന്നെങ്കിൽ, കാരണം സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്
അവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി എത്രയും വേഗം ഒരു ആക്ഷൻ എടുക്കണം, ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് എടുക്കണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു യൂണിഫോംഡ് ജോബിലൊക്കെ ആയിരിക്കാൻ കൂടുതലായിട്ടും സാഹചര്യമുള്ളതായിട്ട് കാണുന്നു. ഗവൺമെൻറ് സർവീസിലായിരിക്കാം, ഗവൺമെൻറ് ജോബ് അങ്ങനെയുള്ള രീതിയിലായിരിക്കാം, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കാം. ഓക്കെ, ഗവൺമെൻറ് സർവീസാണ് എനിക്ക് കൂടുതലായിട്ടും കാണുന്നത്. ഇപ്പോൾ ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനത്തെ ഗവൺമെൻറ്റിലാണെങ്കിൽ തന്നെ അങ്ങനത്തെ ഉള്ള യൂണിഫോം ധരിക്കേണ്ടതായിട്ടുള്ള അങ്ങനത്തെ രീതിയിലുള്ള എന്തോ ആണ് കാണുന്നത്. ഓക്കെ, കൂടുതലായിട്ടും കേട്ടോ. അത് മാത്രമൊന്നല്ല, കൂടുതലായിട്ടും കാണുന്നത്. അവരൊരു സിറ്റുവേഷനിൽ സ്റ്റക്കായിരുന്നെങ്കിൽ അവിടെ ഒന്ന് എന്താ പറയുക, ശങ്കിച്ച് നിൽക്കുക എന്ന് പറയില്ലേ, സംശയിച്ച് നിൽക്കുകയായിരുന്നു അവർ. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് മനസ്സിലായി ഇവർ എന്ത് ചെയ്തിട്ടും നിങ്ങളെ വിട്ടുപോകാൻ അവർക്ക് സാധിക്കുന്നില്ല. കാരണം നിങ്ങളിലേക്ക് അവരെ എന്തോ ഒരു സാധനം വെച്ച് ബന്ധിച്ചിരിക്കുന്ന പോലെയാണ്. അവരുടെ മനസ്സിനെ നിങ്ങളുമായിട്ട് അവർ ബന്ധിച്ചു പോയി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ സാധിക്കുന്നില്ല. എത്ര ശ്രമിച്ചാലും, മറക്കാൻ ശ്രമിച്ചാലും നിങ്ങളുടെ ചിന്തകൾ, കണ്ണടച്ചാൽ, മിണ്ടാതിരുന്നാൽ, എന്തെങ്കിലും ചെയ്യുമ്പോഴും ചെയ്യാതിരിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ ചിന്തകൾ തന്നെ ഇവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ചിന്തകൾ നിർത്താൻ പറ്റാത്തൊരവസ്ഥ. എത്ര ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും അവർക്ക് പറ്റുന്നില്ല എന്നുള്ളൊരു രീതി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ആ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ നിന്നും ആ ഒരു സ്പീഡി ആക്ഷൻ്റെ എനർജിയിലേക്ക് അവർ വന്നിരിക്കുന്നത് കേട്ടോ. നിങ്ങളുമായിട്ട് ലൈറ്റ് ഹാർട്ടഡ് മൂമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം, കുറച്ച് സംസാരിക്കണം, തമാശ പറയണം, ചിരിക്കണം, ഒന്നിച്ച് കുറച്ച് എന്താ പറയുക, നിങ്ങൾ മാത്രമായിട്ടുള്ള മൂമെൻറ്റ്സ് സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ അവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടും കാണുന്നു. തമാശകൾ പറയുക, അടുത്തിരുന്ന് ചിരിക്കുക, അങ്ങനെയൊക്കെയല്ലേ, ഗോസിപ്സ് പറയുക, അങ്ങനെയൊക്കെ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു സമയം വേണമെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്പെൻഡ് ചെയ്ത സമയത്തിനെ കുറിച്ച് ഓർക്കുന്നതും ആവാം. ഓക്കെ, നിങ്ങൾ ഇരുന്ന് കണ്ട ആരെങ്കിലുമൊക്കെ കുറ്റമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കില്ലേ, അങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കില്ലേ, അങ്ങനത്തെ ഒരു മൊമെൻറ്റ്സിനെ പറ്റിയിട്ടൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടും അങ്ങനെയും ആവാം. ഓക്കെ, ഒരുപാട് സ്നേഹമാണ് നിങ്ങളുടെ അടുത്ത്. സ്നേഹത്തോടൊപ്പം തന്നെ അട്രാക്ഷനും, ഫിസിക്കൽ അട്രാക്ഷനും തോന്നുന്നുണ്ട്. ഓക്കെ, ഇല്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം ലവേഴ്സും ഡെവിളും ഒരേ റീഡിങ്ങിൽ വരുമ്പോൾ ഫിസിക്കലി ഓൾസോ അട്രാക്റ്റഡ് ടു യു എന്നും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടേതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നവർക്ക് വളരെ തീവ്രമായിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്തത് എന്ന് അവർ വിചാരിക്കുന്നു. ഓക്കെ, അതേപോലെ നിങ്ങളുമായിട്ട് എന്തെങ്കിലും വാക്ക് തർക്കങ്ങളോ ഒരു മനസ്താപമോ എന്തെങ്കിലും ഉണ്ടായിട്ട്, ഒരു ഈഗോ ക്ലാഷ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ട് അവർ മെസ്സേജൊന്നും അയക്കാതെ മിണ്ടാതിരിക്കുകയായിരുന്നെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, അവർക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. അവർ നിങ്ങൾ പിണങ്ങിപ്പോയാലും, നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയക്കാതിരുന്നാൽ അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. എന്തെങ്കിലും രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. നിങ്ങൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും. ഓക്കെ, ടാക്ട്ഫുള്ളി നിങ്ങളെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യിക്കാനുള്ള പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഇവർ ചെയ്യും. അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിൽ നിന്നൊരു മെസ്സേജ് വരണം എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ അവരുടെ ഏറ്റവും വലിയൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് ലൈഫിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളും കൂടി വേണം, എന്നാലേ അവരുടെ ജീവിതം മുന്നോട്ട് പോകുള്ളൂ എന്നവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പറയണം എന്നവർ ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്യണം, ഒരു കല്യാണം, അങ്ങനെയൊക്കെ തന്നെയാണ് അവരുടെ മനസ്സിൽ. ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ ഇടയിൽ എന്തെങ്കിലും ഒരു ഈഗോ ക്ലാഷൊക്കെ കാരണം ഒരു ടെമ്പററി ഗ്യാപ്പ് വന്നു പോയെങ്കിൽ, ഒരു കുറേ നാൾ മെസ്സേജ് അയക്കാതിരിക്കുക, കാണാതിരിക്കുക, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അതൊക്കെ ഭയങ്കര വേദനയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം കിങ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ റെസ്പെക്റ്റും സ്നേഹവും എല്ലാം കൂടിയിട്ടാണ് അവർക്ക് നിങ്ങളുടെ അടുത്തുള്ളത്. നിങ്ങളൊരു അഡിക്ഷനാണ് അവർക്ക്, മനസ്സിലായില്ലേ? നിങ്ങളെ വിട്ടു പോകാനൊന്നും അവർക്ക് സാധിക്കില്ല. കിങ് ഓഫ് വാണ്ട്സും ക്വീൻ ഓഫ് വാണ്ട്സും ഒരുമിച്ച് വരുന്നവിടെ നിങ്ങൾ അവരുടെ പാർട്ട്ണർ തന്നെയാണ് അവരുടെ മനസ്സിൽ, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് എത്രയും വേഗം ഓടി എത്തണം, കാര്യങ്ങൾ പരിഹരിക്കണം, സ്ട്രെങ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റി വീണ്ടും കോണ്ടാക്റ്റിൽ വരണം. നിങ്ങളുടെ അടുത്ത് സംസാരിക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുമായിട്ട് എന്നും കോണ്ടാക്റ്റിൽ ഇരിക്കണം, സംസാരിക്കണം, ആ സ്നേഹം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ് ഡിവൈൻ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ തോട്ട്സിന് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിനെ പറ്റിയുള്ള അവരുടെ തോട്ട്സ് എന്താണ് എന്ന് എനിക്ക് കുറച്ച് കാർഡ്സ് കൂടി തരൂ. ഒരു കാർഡ് താഴെ പോയിട്ടുണ്ട് കേട്ടോ.
നൈറ്റ് ഓഫ് കപ്സ് എടുക്കട്ടെ, ഒരു മിനിറ്റ്. സിംഗിൾ കാർഡാണ് താഴെ വീണത്, അതുകൊണ്ട് എടുക്കാം. വീൽ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ജഡ്ജ്മെന്റ്, പേജ് ഓഫ് സ്വാർഡ്സ്, 8 ഓഫ് വാൻഡ്സ്. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് നിങ്ങളെ വന്ന് കണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് തന്ന് ഒരു ചോക്ലേറ്റൊക്കെ തന്ന് നിങ്ങളെ സമാധാനിപ്പിക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അവരുടെ ഒരു ലക്കാണ്. ഓക്കെ, നിങ്ങളാണ് അവരുടെ ഭാവി, അവരുടെ ഫ്യൂച്ചർ നിങ്ങളാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, വീല് വെച്ചിട്ട്, അതായത് ലൈഫ് ലോങ് നിങ്ങൾ അവരുടെ കൂടെ വേണം, കൂടെ ഉണ്ടാകേണ്ട വ്യക്തിയാണ്. നിങ്ങളെ ഒരിക്കലും വിട്ടുകളയാൻ അവർ സാധിക്കില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഏത് രീതിയിലുള്ള എഫേർട്ട് ഇടാനും അവർ തയ്യാറാണ് എന്നുള്ള രീതിയിലും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഹാർഡ് വർക്ക് ചെയ്ത് എന്ത് ചെയ്യേണ്ടി വന്നാലും, നിങ്ങളെ അനുനയിപ്പിക്കാൻ എത്ര പുറകെ നടക്കേണ്ടി വന്നാലും അവർ ചെയ്തോളാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട് നിങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, ഒരു നല്ല തീരുമാനം നിങ്ങളുടെ റിലേഷൻഷിപ്പിന് കിട്ടണം എന്നുള്ള രീതിയിൽ ഡിവൈൻ്റെ അടുത്ത് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, മാനിഫെസ്റ്റേഷൻസ് ചെയ്യുന്നുണ്ടാവും, മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് പേജ് ഓഫ് സ്വാർഡ്സും 8 ഓഫ് വാൻഡ്സും വെച്ച് നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇവർ കൃത്യമായി ഫോളോ ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങൾ എവിടെയാണോ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് അവിടെ നിങ്ങളുടെ പിക്ചേഴ്സ് നോക്കുക, അത് നോക്കി ആസ്വദിക്കുക, അങ്ങനെയൊക്കെ കൊള്ളാലോ എന്ന് വിചാരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുക, മെസ്സേജസ് അയക്കുക, ഇതെല്ലാം അവർക്ക് നിങ്ങളുമായിട്ട് മണിക്കൂർ കണക്കിന് സംസാരിക്കുക, അതൊക്കെ അവരുടെ ഏറ്റവും തീവ്രമായ ആഗ്രഹങ്ങളാണ്. അതുപോലെ 8 ഓഫ് വാൻഡ്സ് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളോട് എന്നും കാണണം, സംസാരിക്കണം, നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ലൈഫ് ലോങ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കായിട്ട് സ്പീഡി ആക്ഷൻ എടുക്കാനും അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നു. എന്ന് വെച്ചാൽ ഇനി ഡിലേ ആക്കണ്ട, എന്ത് തന്നെ ആയാലും ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ ഒരു വിവാഹം എന്ന് തന്നെയാണ് അവരുടെ മനസ്സിൽ. അവർക്കും ഇനി കാത്തിരിക്കാൻ വയ്യ എന്നുള്ളൊരു സ്ഥിതി. ഓക്കെ, ഒരു 3 കാർഡ് കൂടെ എടുക്കാം. ടെമ്പറൻസ്, നിങ്ങൾ വളരെ കാമായിട്ടുള്ള ക്വയറ്റായിട്ടുള്ള ഒരു പേഴ്സണാണ് എന്നും നിങ്ങളുടെ പേഴ്സണ് തോന്നാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ, ശബ്ദങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കുക. കാരണം ഇലക്ഷൻ്റെ അനൗൺസ്മെൻറ്റ് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ എനിക്ക് കട്ടാക്കേണ്ടി വരുന്നു. അപ്പോഴത്തേക്ക് എല്ലാ വീട്ടിലും, ചുറ്റിനുള്ള എല്ലാ വീട്ടിലും പട്ടിയുണ്ട്, എല്ലാം കൂടി കുരയ്ക്കാനും തുടങ്ങും. കുറേ നേരമായി ഞാൻ ഈ റീഡിങ്ങും വെച്ച് ഇരിക്കാൻ തുടങ്ങിയിട്ട്. കുറച്ച് ശബ്ദങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാനതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ, ഫോക്കസ് മിസ്സായി പോകുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് ഒരുപാട് സ്നേഹം തന്നെയാണ്. സ്നേഹമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ കാർഡും തന്നെ ഇവിടെ നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വളരെ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരുന്നത് എന്നും കാണുന്നു. ഇന്ന് ദിവസം മുഴുവൻ സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. നിങ്ങളുമായിട്ട് ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ടും കാണുന്നു. ഞാൻ പറഞ്ഞില്ലേ, പ്രപ്പോസ് ചെയ്തിട്ടില്ലാത്തവർക്ക് ഒരു പ്രപ്പോസൽ വരാൻ സാധ്യതയുണ്ട്, പ്രപ്പോസൽ അക്സെപ്റ്റൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതേപോലെ ഒരു പെർമനൻറ്റ് കമ്മിറ്റ്മെൻറ്റ്, ഒരു വിവാഹത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സ് നിങ്ങൾക്കായിട്ട്. ഇനിയിപ്പോൾ ഒരുപാട് നീട്ടുന്നില്ല, കാരണം അനൗൺസ്മെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കുക, അത് കാരണം എനിക്ക് ഡിസ്ട്രാക്ഷൻ ആവുന്നു. ഓക്കെ, ഇതെല്ലാം തീർന്നിട്ട് സമാധാനമായിട്ട് നമുക്ക് വിശദമായിട്ടുള്ള റീഡിങ്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, കമൻറ്റും കൂടെ ഒന്ന് ചെയ്യൂ കേട്ടോ. വേറെന്താണ്, പേഴ്സണൽ റീഡിംഗ് വേണ്ടവരെ കോൺടാക്ട് ചെയ്തോളൂ, തീർച്ചയായിട്ടും ചെയ്തു തരാം. കഴിയുന്നതും സെയിം ഡേ തന്നെ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ. വേറെന്താണ്, അപ്പോൾ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.